മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയാണ് പൊന്നാനി. അരനൂറ്റാണ്ടായി ഹരിത പതാകയല്ലാതെ മറ്റൊരു കൊടിയും മണ്ഡലത്തിൽ പാറിയിട്ടില്ല. 1971 MK കൃഷ്ണനാണ് മണ്ഡലത്തിൽ അവസാനമായി ജയിച്ച ഇടതു സ്ഥാനാർത്ഥി. അന്ന് ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം. ഇത്തവണ സ്വതന്ത്ര പരീക്ഷണം അവസാനിപ്പിച്ച് പാർട്ടി ചിഹ്നവുമായാണ് CPM കളത്തിലിറങ്ങുന്നത്. റെക്കോർഡ് ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ ലീഗ് നേടിയത്. ഇത്തവണ കളം മാറുമെന്ന് CPM-ഉം കളിയേറെ കണ്ടതാണെന്ന് ലീഗും ആണയിടുന്നു. 1977 ശേഷം ലീഗ് സ്ഥാനാർത്ഥികളല്ലാതെ ഇവിടെ നിന്ന് മറ്റാരും ലോക്സഭയിലേക്ക് പോയിട്ടില്ല. ലീഗിന്റെ കുത്തക തകർക്കാൻ CPM നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയമായിരുന്നു. UDF കടപുഴകിയ 2004 തെരഞ്ഞെടുപ്പിലും UDF-നെ ചേർത്തുപിടിച്ച ഒരേയൊരു മണ്ഡലമാണ് പൊന്നാനി. മലയാളിയല്ലാത്ത ഗുലാം മഹ്മൂദ് ബനാത്തുവാലയെന്ന GM ബനാത്തുവാലയിൽ തുടങ്ങിയ വിജയക്കുതിപ്പ് ഇത്തവണയും തുടരുമെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കോട്ടയ്ക്കൽ, തവനൂർ, പൊന്നാനി നിയമസഭാ മണ്ഡലങ്ങൾക്ക് പുറമെ പാലക്കാട്ടെ തൃത്താലയടക്കം 7 നിയമസഭാ മണ്ഡലങ്ങളാണ് പൊന്നാനി ലോക്സഭയിലുള്ളത്. നിലവിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 LDF-നൊപ്പമാണ്. ലീഗ് 3 മാത്രം. മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനവും ജനകീയ ഇടപെടലുകളും കരുത്താകുമെന്നാണ് ഇരുപക്ഷത്തിൻ്റെയും വിലയിരുത്തൽ. 2019 പൊന്നാനിയിൽ ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് വിഹിതത്തിലുണ്ടാവുന്ന കുറവാണ് ലീഗിന്റെ ആശങ്ക. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയ കാലാവസ്ഥ ഇടതുപക്ഷത്തിനും അനുകൂലമായതിനാൽ വിജയം ആർക്കൊപ്പം നിൽക്കുമെന്നത് കാത്തിരുന്നു കാണണം. സുന്നി വിഭാഗത്തിനൊപ്പം സമസ്തയുടെ അനുകൂല നിലപാടും കരുത്താകുമെന്ന പ്രതീക്ഷയിലാണ് LDF. EK വിഭാഗത്തിലെ വോട്ടുകൾ ഭിന്നിച്ചാൽ അത് പൊന്നാനിയിലെ ലീഗിന്റെ സാധ്യതകളെയാണ് ബാധിക്കുക. 2009 ഇന്നത്തെ പൊന്നാനി ലോക്സഭാ മണ്ഡലം രൂപം കൊള്ളുന്നത്. ഇതിനുശേഷം നടന്ന 3 പൊതു തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിലെ പരീക്ഷണശാലയായിട്ടാണ് പൊന്നാനി അടയാളപ്പെട്ടത്. മണ്ഡല പുനർനിർണയത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ET മുഹമ്മദ് ബഷീർ 82,000-ൽ പരം വോട്ടിനാണ് വിജയിച്ചത്. LDF സ്വതന്ത്രനായി ഹുസൈൻ രണ്ടത്താണിയെ ഇറക്കിയെങ്കിലും പരീക്ഷണം പാളി. 2014 ETക്ക് തന്നെ പൊന്നാനിയിൽ 2ാം ഊഴം നൽകി മുസ്ലിം ലീഗ് എതിരാളിയെ കാത്തിരുന്നു. വ്യവസായിയും മുൻ KPCC എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്ന V അബ്ദുറഹിമാനെയായിരുന്നു പൊന്നാനി പിടിക്കാൻ ഇടതുപക്ഷം നിയോഗിച്ചത്. തിരൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ തുടങ്ങി വിവിധ പദവികൾ വഹിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പരിചയവും തുണയാകുമെന്ന് LDF കരുതി. എന്നാൽ വിജയം നേടിയില്ലെങ്കിലും ETയുടെ ഭൂരിപക്ഷം 250,000 അബ്ദുറഹിമാൻ. ഹാട്രിക് വിജയം തേടിയിറങ്ങിയ ETക്കെതിരെ 2019 ഇടതുപക്ഷം മറ്റൊരു പൊതു സ്വതന്ത്രനെ പരീക്ഷിച്ചു. നിലമ്പൂർ MLA-യും വ്യവസായിയുമായ PV അൻവറിനായിരുന്നു അവസരം. 3 വർഷത്തെ MLA പ്രവർത്തന പരിചയവുമായിട്ടായിരുന്നു അൻവർ പൊന്നാനിയിൽ ഇറങ്ങിയത്. നിലമ്പൂരിലെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയ അൻവർ പൊന്നാനിയിൽ തോറ്റാൽ MLA സ്ഥാനം രാജിവെക്കുമെന്ന് പോലും പറഞ്ഞു. എന്നിട്ടും പൊന്നാനി ചുവന്നില്ല. വയനാട്ടിൽ രാഹുലിന്റെ വരവ് ലീഗിനും ഗുണം ചെയ്തെന്ന് കണക്കുകൾ പറയുന്നു. ETയുടെ ഭൂരിപക്ഷം 2 ലക്ഷത്തിനടുത്തെത്തി. ഹാട്രിക് നേട്ടത്തോടെ ലീഗ് കോട്ട ഭദ്രമാക്കി ET. അരനൂറ്റാണ്ടിന് ശേഷമാണ് മണ്ഡലത്തിൽ CPM-ന് പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയുണ്ടാവുന്നത്. MK കൃഷ്ണനാണ് പൊന്നാനിയിൽ നിന്ന് അവസാനമായി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് ജയിച്ചത്. 1962 മുതൽ 71 വരെ 3 തവണ പൊന്നാനി ഇടതിനൊപ്പമായിരുന്നു. MK കൃഷ്ണനെ കൂടാതെ ഇമ്പിച്ചി ബാവയും CK ചക്രപാണിയും വിജയിച്ചു. BJPക്ക് സംസ്ഥാനത്ത് കാര്യമായ സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളിൽ ഒന്നാണ് പൊന്നാനി. മോദി പ്രഭാവത്തിൽ കഴിഞ്ഞ തവണ നേടിയ 1,10,603 വോട്ടുകളാണ് BJPയുടെ ഉയർന്ന വോട്ട്. മണ്ഡല പുനർനിർണയത്തിന് ശേഷം BJP വോട്ടുകളിൽ ഗണ്യമായ വർധനവ് പ്രകടമാണ്. ഇത്തവണ മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനം ഉണ്ടാക്കാനാകുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. CPM-ഉം ലീഗും തമ്മിലാണ് ഇത്തവണത്തെ പോരാട്ടം. കേന്ദ്ര സർക്കാർ വിരുദ്ധ നിലപാടുകളാണ് ഇരുകൂട്ടരും ഉയർത്തിപ്പിടിക്കുന്നത്. ഇത്തവണ പൊന്നാനി കാക്കാൻ പുതിയ ആളെയാണ് ലീഗ് കളത്തിലിറക്കിയിരിക്കുന്നത്. അതിജീവനത്തിൻ്റെ പോരാട്ടത്തിൽ ജനം എങ്ങോട്ട് ചായുമെന്ന് കാത്തിരുന്നു കാണണം. LDF തുടരുന്ന പരീക്ഷണങ്ങളുടെ വിജയം ഇത്തവണയും ആവർത്തിക്കുമോ എന്ന് കണ്ടറിയണം. ഇടതു തരംഗത്തിൽ പോലും ഒപ്പം നിൽക്കാത്ത മണ്ഡലത്തിൽ ഹരിത പതാക തന്നെ ഉയർന്നുപാറുമെന്ന് ലീഗും അട്ടിമറി വിജയമുണ്ടാകുമെന്ന് CPM-ഉം പ്രതീക്ഷിക്കുന്നു.